എന്നും പരീക്ഷണത്തിന് വിധേയനാകുന്ന നടനാണ് മമ്മൂട്ടി. ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകർക്ക് എനിക്കൊന്ന് ഇന്ത്യൻ സിനിമയിൽ ലോക സിനിമയിൽ ഡേറ്റ് കൊടുത്തേക്കുന്ന നടൻ മമ്മൂട്ടി തന്നെ ആയിരിക്കും. അതിനകത്ത് 99% പേരും അപാര ഡയറക്ടേഴ്സായിട്ട് മാറിയിട്ടുമുണ്ട്. അതിനകത്ത് നമുക്ക് എണ്ണം പറഞ്ഞാൽ തീരാത്ത ഡയറക്ടേഴ്സ് ഉണ്ട്. കാരണം അമൽ നീരദ് ആയിക്കോട്ടെ, അൻവർ റഷീദ് ആയിക്കോട്ടെ, മാർട്ടിൻ ബ്രൈറ്റ് ആയിക്കോട്ടെ, ലാൽ ജോസ് ആയിക്കോട്ടെ, ബ്ലസ്സി ആയിക്കോട്ടെ, അങ്ങനെ നീളുകയാണ്. അജയ് വാസുദേവൻ ആയിക്കോട്ടെ, വൈശാഖ് ആയിക്കോട്ടെ, മാർത്താണ്ഡൻ ആയിക്കോട്ടെ, എല്ലാവരും ഇഷ്ടംപോലെ സംവിധായകരാണ്. അന്നേരം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇറങ്ങിയ പുഴു എന്ന് പറഞ്ഞത് സംവിധായകയാണ്. രത്തീന എന്ന് പറഞ്ഞ സംവിധായക നിരൂപക പ്രശംസ നേടിയ ഒരു ചിത്രമായിരുന്നു ഗംഭീരമായിട്ട് പുഴു. നല്ലൊരു സബ്ജക്റ്റുമായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മമ്മൂട്ടി വീണ്ടും ഒരു സംവിധായകയ്ക്ക് വീണ്ടും ഡേറ്റ് കൊടുക്കുന്നു. അത് പുതുമുഖമാണോ അല്ലയോ എന്നുള്ളതാണ് സംശയം. ചിലർ പറയുന്നുണ്ട് അഞ്ജലി മേനോനാണ്. കാരണം അഞ്ജലി മേനോൻ ഓൾറെഡി ബാംഗ്ലൂർ ഡേയ്സും മഞ്ചാടി ഗുരു ഒക്കെ ചെയ്ത സംവിധായകയാണ്, പെർഫെക്റ്റ് സംവിധായകയാണ്. പിന്നെ ചിലർ പറയുന്നുണ്ട് പാർവതി തിരുവോത്ത് ആദ്യമായിട്ട് സംവിധാനം ചെയ്തതിനകത്ത് മമ്മൂട്ടി ഉണ്ടോ എന്നുള്ളവർ പറയുന്നുണ്ട്. പിന്നെ പുഴുവിൻ്റെ സമയമായിട്ടുള്ള രത്തീന ചെയ്യുന്ന പടമാണ് മമ്മൂട്ടി വീണ്ടും അഭിനയിക്കുന്നത് പറയുന്നു. ചിലവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് പുതുമുഖമായിട്ടുള്ള ഒരു സംവിധായകയ്ക്കാണ് കൊടുക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മമ്മൂട്ടി 30-35 ദിവസം മാറ്റി വെച്ചിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടി. ഈ വർഷം ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കാനുള്ള ചാൻസും 99%. ആരാണ് ഡയറക്ടർ എന്നുള്ളതാണ് ഇതിനകത്ത് ഇനി ഉള്ള ചോയ്സ്. ആരാണ് ഡയറക്ടറായിട്ട് വരുന്നത്, സംവിധായകമായിട്ട് വരുന്ന ആരാണ്? എന്തായാലും ഒരു പുതിയ സബ്ജക്റ്റ് ആയിരിക്കാം. മമ്മൂട്ടിയെ നടനെ മാക്സിമം ഗംഭീരമാക്കാനുള്ളൊരു സ്ക്രിപ്റ്റും ആയിരിക്കാം. എന്തായാലും മമ്മൂട്ടിയുടെ ഈ പുതുമയെ തേടിയുള്ള അന്വേഷണം തുടരട്ടെ.